തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിന് മുന്നിലെ മരം കടപുഴകി വീണു. 6 വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. ഫയർഫോഴ്സ് സംഘം എത്തി മരം മുറിച്ചു മാറ്റുകയാണ്. അഞ്ജു ജയപ്രകാശ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, എപ്പോഴായിരുന്നു ഈ മരം കടപുഴകി വീണത്? എത്തരത്തിൽ പുരോഗമിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങൾ? സംഗീത, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ സംസ്കൃത കോളേജിന്റെ തൊട്ട് മുന്നിലായിട്ടാണ്. ഇവിടെ ഫയർഫോഴ്സ് സംഘം ഈ മരം മുറിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര വലുതാണ് മരം എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ശക്തമായ കാറ്റിലും മഴയിലും നഗരകേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ മരവും മരക്കൊമ്പും അടക്കം വീണ് അപകടങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ 5ഓളം വരുന്ന വാഹനങ്ങൾക്ക് മുകളിലായിട്ടാണ് ഈ മരം നിലം പതിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആർക്കും ആളപായമില്ല എന്ന കാര്യത്തിൽ വളരെയധികം ആശ്വാസം ഉണ്ടാവുകയാണ്. എന്തായാലും ഈ സംഭവം സംസ്കൃത കോളേജിന് തൊട്ട് മുമ്പിലാണ്. ഒരുപക്ഷെ ഇതല്ല, മരം ഒരു കമ്പിയിൽ തട്ടി നിന്നത് കാരണം വലിയ തരത്തിൽ ആ ക്യാമ്പസിനുള്ളിലേക്ക് വലിയ തരത്തിലുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടതിൽ ഒരു ദൃക്സാക്ഷി കൂടി ഇപ്പോൾ ഈ പരിസരത്തുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നത്. എന്താ കണ്ടായിരുന്നു? ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഇപ്പോൾ വെളിയിറങ്ങിയപ്പോഴാണ് ഇത് പൊട്ടി ഈ കാറുകൾ വീണ് കണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും പുറത്തായിരുന്നു? ഇല്ല, ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയ സൗണ്ടായിരുന്നു. എല്ലാം കൂടെ വീണതിൻ്റെ ഞങ്ങൾ വിചാരിച്ച് വേറെ എന്തോ ആയിരിക്കും. നോക്കിയപ്പോഴത്തേക്കാണ് ഇതെല്ലാം കൂടെ പൊട്ടി കാറിൻ്റെ പുറത്ത് വീണത് കണ്ടത്. വിദ്യാർത്ഥികളൊക്കെ ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മരം പൊരിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. നമുക്ക് കാണാം വലിയ മരമാണ്, അതിന് ഇനിയും മരക്കൊമ്പുകളുണ്ട്. ഏറെ പഴകിയ കുറേ വർഷമായിട്ട് ഉള്ള പഴക്കമേറിയ മരമാണ്. അതിൻ്റെ ചില്ലകളൊന്നും മുറിച്ചു മാറ്റിയിട്ടുണ്ടായില്ല ഈ ക്യാമ്പസിലെ അധികൃതരൊന്നും. അതിനാൽ തന്നെ ഇപ്പുറത്ത് ഈ റോഡിൻ്റെ ഈ വശത്തേക്കാണ് കോളേജിൽ നിന്നുള്ള ഈ മരത്തിൻ്റെ ചില്ല പതിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. മാത്രമല്ല നിരവധി കാൽനട യാത്രക്കാർ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ആ സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു മരം ഇത്തരത്തിൽ റോഡിലേക്ക് ചെരിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളപായമില്ല എന്ന കാര്യത്തിൽ വളരെയധികം ആശ്വാസമുള്ളതാണ്. സമാനമായിട്ട് പലയിടങ്ങളിലായിട്ട് നഗരകേന്ദ്രങ്ങളിൽ തന്നെ ഇങ്ങനെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊന്നും ശിഖരങ്ങളൊന്നും മുറിച്ചു മാറ്റാതെ തന്നെ നിൽക്കുന്നതിനാൽ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകട ഭീഷണിയിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. സംഗീത. ശരി അഞ്ജു, എന്താണെങ്കിലും ശ്രമകരമായ കാര്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.